ഈ സലഫികൾ എന്ന് പറയുന്ന വിഭാഗം ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ളവർ അല്ലെങ്കിൽ അയാളെ അനുയായികൾ, ഇത് ഹിജ്റ 1217 ഹിജ്റ വർഷം 1217 ത്വായിഫ് അറ്റാക്ക് ചെയ്യുകയും അവിടെയുള്ള ഇബ്നു അബ്ബാസിന്റെ ദർഗനെ പൊളിക്കുകയും എന്നിട്ട് അവിടെ ആളുകളെ കൊന്നു. വനഹബുൽ അംവാല, എന്നിട്ട് മുതലിനെ പിടിച്ചെടുത്തു. വസബഉൻ നിസാ, പെണ്ണുങ്ങളെ പിടിച്ചു ബന്ധാക്കി. ആരെ? സുന്നികളെ. വഹദമു ഖുബ്ബത സയ്യിദിന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ദർഗ ഉണ്ടായിരുന്നു, ആ ദർഗ പൊളിച്ചു. എന്നിട്ടോ വദബഹു, കേൾക്കാൻ നിങ്ങൾ, വദബഹു സലഫികൾ അർത്തുകൊന്നു അലാ ഖബ്രിഹി, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസിന്റെ ഖബറിലടുത്ത് നഹ്വ 70,000 70,000 സുന്നി മുസ്ലിമീങ്ങളെ സലഫികൾ അർത്തുകൊന്നു. എത്ര? 2000. നിങ്ങൾ തീർന്നില്ല, എനിക്ക് പറഞ്ഞേക്ക്. ഗുജറാത്തിൽ 2002 കലാപുണ്ടായപ്പോ ഫാസിസ്റ്റുകൾ കൊന്നത് 2000 മുസ്ലിമീങ്ങളാണെങ്കിൽ വഹാബികൾ ത്വായിഫിൽ വെച്ച് കൊന്നത് കേവലം ഒറ്റ സ്ഥലത്ത് ത്വായിഫിൽ മാത്രം 70,000 വരുന്ന മുസ്ലിമീങ്ങളെയാണ്. അതിൽ ആരൊക്കെ ഉണ്ട്? മിനൽ ഉലമായി വൽ അഷ്റാഫി വസ്വാലിഹീൻ, അതിൽ പണ്ഡിതന്മാരുണ്ട്, സയ്യിദന്മാരുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. ഇത് കേവലം ത്വായിഫിൽ വെച്ച് മാത്രമാണ്. മക്കയിൽ നടത്തിയത് വേറെയുണ്ട്, മദീനയിൽ നടത്തിയത് വേറെയുണ്ട്, കർബലയിൽ നടത്തിയത് വേറെയുണ്ട്. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെയാണ് സലഫികൾ സൗദിയിൽ കൊന്നത്. എന്നിട്ട് കേട്ടോളി, ത്വായിഫിൽ ഇവരിങ്ങനെ കൊലപാതകം നടത്തുമ്പോൾ സുന്നികളായ ആളുകൾ ത്വായിഫിൽ ഒരു കോട്ടന്റെ ഉള്ളിൽ പേടിച്ച് ഒളിച്ചിരുന്നു. അപ്പൊ ത്വായിഫിൽ അവിടുന്ന് പുറത്തേക്ക് പോകുന്ന റോട്ടിന്റെ അടുത്ത് നാക്കാബന്തി ഉണ്ടാക്കിയിട്ട് സലഫികൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും ശരണായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിടാം, പക്ഷെ നിങ്ങളെ സ്വത്തും കാര്യങ്ങളെല്ലാം വിട്ടിട്ട് പോകണമെന്ന് സലഫികൾ പറഞ്ഞു. സലഫികളെ വാഗ്ദാനം ഞങ്ങളൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞത് കൊണ്ട് ഈ പാവപ്പെട്ട കോട്ടന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന സുന്നികൾ അതിലൂടെ പോകുമ്പോൾ ഈ വഹാബികൾ ചതിച്ചുകൊണ്ട് അവരെ പിടിച്ച് അവരെ കയ്യും കാലും ബാക്കിലേക്ക് കെട്ടി ത്വായിഫിന്റെ മലന്റെ മുകളിൽ കൊണ്ടുപോയി 14 ദിവസം വിട്ട് തണ്ണി കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ പെടഞ്ഞ് അവിടെ എത്രയോ ആണും പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും മരിച്ചുപോയി, അറിയോ? എന്നിട്ട് ആ മുസ്ലിമീങ്ങളെ മയ്യത്ത് പോലും സലഫികൾ മറമാടാതെ ആ മയ്യത്തിനെ നായ്ക്കളും പന്നികളാണ് അവിടെ കൊന്നത്. ഇത് എന്റെ വകയിലല്ല, 30-ലധികം ചരിത്ര കിതാബുകൾ എന്റെ കയ്യിലുണ്ട്. 1-2 അല്ല, 30-ലധികം ചരിത്ര കിതാബുണ്ട്, ഇംഗ്ലീഷ് പുസ്തകങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആധികാരികമായി തെളിയിക്കാം. നിഷേധിക്കാൻ ഏതെങ്കിലും ഒരു ആൺകുട്ടി വഹാബികളെ കൂട്ടത്തിലുണ്ടെങ്കിൽ മുന്നോട്ട് വരണം, ഞങ്ങളാണ് കൊന്നിട്ടില്ല എന്ന്. അപ്പോ അത്രമാത്രം ആളുകളെ കൊല്ലുകയും സൗദി അറേബ്യ പിടിച്ചെടുത്തവരാണ് സലഫികൾ. ആ പരമ്പരയിൽ വന്ന ആളുകളാണ് ഈ ഫൗസാനും ഇവരിപ്പോ പറഞ്ഞ ഇബ്നു ബാസും അതുപോലെ തന്നെ ഉസൈമീനും. ഈ പറഞ്ഞതൊക്കെ ഈ ആലു ഷെയ്ഖിന്റെ പരമ്പരയിൽ വരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ആ ആശയം സ്വീകരിച്ചവരാണ്, അവരുടെ സിദ്ധാന്തങ്ങൾ സ്വീകരിച്ചവരാണ്. അവർ പറഞ്ഞതാണോ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് തെളിവ്? അവരാണോ? അവർ വന്നിട്ടാണ് ദർഗകളെ പൊളിച്ചതും അവർ വന്നിട്ടാണ് മൗലിദിന് എതിർത്തതും. ഈ മക്കയിൽ മൗലിദ് ഉണ്ടായില്ലെന്നോ? ഇതാ നിങ്ങൾ കേട്ടോളി, മക്കയിൽ മൗലിദ് എന്തുകൊണ്ടില്ല? ഇത് കാണുന്ന കിതാബ് അൽ ജവാഹിറു സമീന ഫി മഹാസിനിൽ മദീന, ഇതിന്റെ 218-ാമത്തെ പേജിൽ കാണാം മക്കയിൽ മൗലിദ് ഉണ്ടായിരുന്നോ ഇല്ലേ നോക്ക്. ഇതാ വഫിൽ ലൈലത്തി സാനി അശറ മിൻഹു, റബീഉൽ അവ്വൽ 12-ാമത്തെ രാത്രിയില് യകൂനു മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് മദീനത്തെ പള്ളിയിൽ ഉണ്ടായിരുന്നു. വശറഫ വകറമ വമജ്ജദ വഅല്ലമ, സുബ്ഹാനല്ലാഹ്. അപ്പൊ മദീനത്തെ പള്ളിയിൽ റബീഉൽ അവ്വൽ 12 നിന്ന് മൗലിദുകൾ ഉണ്ടായിരുന്നു എന്ന് മഹാന്മാർ അവരെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി നോക്കി ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി അദ്ദേഹത്തിന്റെ മവാഹിബുൽ ലദുനിയ നോക്കി, വലാ സാല അഹ്ലുൽ ഇസ്ലാമി, ഇസ്ലാമിലെ ആളുകൾ മോമിനീങ്ങളായിരുന്നു, മക്കയിലും മദീനത്തും എല്ലായിടത്തും യഹ്തഫിലൂന ബിശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വൽ മാസത്തിൽ വലിയ ആഘോഷങ്ങൾ നടത്താറുണ്ടായിരുന്നു. വയഅമലൂനൽ വലായിമ, വലിയ ഭക്ഷണ സദ്യകൾ അവർ ഉണ്ടാക്കാറുണ്ടായിരുന്നു. വയതസദ്ദഖൂന ഫീ ലയാലിഹി, അന്നത്തെ രാത്രികളിൽ അവർ സദഖ ചെയ്യുകയായിരുന്നു. ബി അൻവാഇ സദഖാത്ത്, വ്യത്യസ്തമായ സദഖകളെ കൊണ്ട്. വയുൽഹിറൂന സുറൂറ, അന്നവർ സന്തോഷിക്കാറുണ്ടായിരുന്നു. വയസീദൂന ഫിൽ മബറാത്ത്, അവരൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു. വയഅതനൂന ബിഖിറാഅത്തി മൗലിദിഹി അൽ കരീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതാറുണ്ടായിരുന്നു എന്ന് ഇമാം ഖസ്തല്ലാനി അദ്ദേഹം വഫാത്തായത് 923-ലാണ്.
923 വഫാത്തായി പോയി ഇമാം ഖസ്തലാനി.